നമുക്ക് ചുറ്റും നോക്കാം. നമ്മൾ കാണുന്നത് നിറങ്ങളാണ്. നമ്മൾ ചില ഗന്ധങ്ങളെ അനുഭവിക്കുന്നു. നമ്മൾ ചൂട് അനുഭവിക്കുന്നു, തണുപ്പ് അനുഭവിക്കുന്നു, മധുരമായിട്ടുള്ള സംഗീതം ശ്രവിക്കുന്നു. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെയും ഈ പ്രപഞ്ചത്തെയും നമ്മൾ അറിയുന്നത്. നമ്മുടെ ബോധത്തിലൂടെ ഈ എക്സ്പീരിയൻസ്, ഈ അനുഭവങ്ങൾ, നിറങ്ങളുടെ അനുഭവം, ഗന്ധങ്ങളുടെ അനുഭവം, സ്പർശത്തിന്റെ അനുഭവം, ശ്രവണത്തിന്റെ അനുഭവം, അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളെ ഉദാഹരണത്തിന് നമ്മൾ പുറത്ത് കാണുന്ന പച്ചപ്പിന്റെ ആ പച്ചയുടെ അനുഭവം, അതൊരു ക്വാളിറ്റിയാണ്. ഒരു ക്വാളിറ്റേറ്റീവ് അനുഭവത്തെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തു നിൽക്കുന്ന പ്രപഞ്ചം മാറ്റർ കൊണ്ടാണ് നിർമ്മിച്ചത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അങ്ങനെ മാറ്റർ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അതിന്റെ ഘടന നമ്മൾ മോളിക്യൂൾസ് ആയിട്ടും ആറ്റംസ് ആയിട്ടും സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടും നമുക്ക് കാണാം. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ വിവരിക്കുന്നത് അതിന്റെ മാസ് കൊണ്ട്, മൊമെന്റം കൊണ്ട്, ചാർജ് കൊണ്ട്, സ്പിന്ന് കൊണ്ട്, പൊസിഷൻ കൊണ്ട്, അങ്ങനെ പലതുകൊണ്ടുമാണ് ഈ അടിസ്ഥാന കണികകളെ നമ്മൾ വിശദീകരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഡിസ്ക്രിപ്ഷനിൽ എവിടെയും ഈ അനുഭവങ്ങൾ വരുന്നില്ല. പച്ചയുടെ പച്ച, ശബ്ദത്തിന്റെ സൗന്ദര്യം, ഗന്ധം, അല്ലെങ്കിൽ ഒരു പഞ്ചസാര തരിയുടെ മധുരം. ആ മധുരം എന്നുള്ള അനുഭവത്തെ നമുക്ക് ഒരു തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൊണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ശാസ്ത്രവും തത്വചിന്തയും വളരെ കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനെ എക്സ്പ്ലനേറ്ററി ഗ്യാപ്പ് അല്ലെങ്കിൽ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ അറിവുകളെല്ലാം നമ്മുടെ ഈ അനുഭവത്തിലൂടെയാണ് വരുന്നത്. ഇന്ദ്രിയങ്ങളിലെ ക്വാളിറ്റീസ് ഓഫ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് എല്ലാ അറിവുകളും കിട്ടുമ്പോഴും ആ എക്സ്പീരിയൻസ് തന്നെ എന്താണ് എന്നുള്ളത് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ വലിയ പ്രശ്നം. ഇതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പല പ്രാവശ്യം പരാമർശിച്ച കാര്യമാണ് ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത വലിയ ചോദ്യങ്ങൾ. ഇരുണ്ട ദ്രവ്യം, ഇരുണ്ട ഊർജം, ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി പോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ ഈ അവയർനെസ് എന്താണ് എന്നുള്ളത്, നമ്മുടെ ബോധം എന്താണ്, നമ്മൾക്ക് ഈ അറിവ് കിട്ടുന്ന ആ ഒരു തലം, ആ മണ്ഡലം എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു ഫിസിക്കൽ എക്സ്പ്ലനേഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ശാസ്ത്രജ്ഞന്മാര് ചിന്തിക്കുന്നത് ഈ ബോധത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഒരു ഏകീകൃതമായിട്ടുള്ള മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിന് കാരണം ബോധത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കോൺഷ്യസ്നസ് തിയറീസ് ആയിട്ട് ഇന്ന് നിൽക്കുന്നത് ഏതാണ്ട് 30-40ഓളം തിയറികളാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസുകളാണ് എന്ന് നമുക്ക് പറയാം. കോൺഷ്യസ്നസ് തിയറീസ് എന്ന് വിളിക്കും. വാസ്തവത്തിൽ ഇതെല്ലാം ഹൈപ്പോത്തിസിസുകളാണ്. ഈ ഹൈപ്പോത്തിസിസുകളെ ഏകീകരിച്ചുകൊണ്ട് ഒരു യൂണിഫൈഡ് തിയറി അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാമോ എന്നുള്ള ഒരു ചിന്തയിൽ ഒരു പേപ്പർ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മോഡലുകൾ, കോൺഷ്യസ്നസ് തിയറീസ് 4-5 അതിലൊന്ന് ഗ്ലോബൽ ന്യൂറോണൽ വർക്ക് സ്പേസ് തിയറി. ഇത് പറയുന്നത് ഇൻഫർമേഷന്റെ ഏകീകരണമാണ്. ഒരു ഗ്ലോബൽ വർക്ക് സ്പേസിൽ ബ്രെയിനിൽ നടക്കുന്ന ഇൻഫർമേഷന്റെ ഏകീകരണമാണ്, ഇന്റഗ്രേഷനാണ് നമ്മൾ ബോധമായിട്ട് അനുഭവിക്കുന്നത്. നമ്മുടെ ബോധം എന്ന് പറയുന്നത് അതാണ്. വേറൊരു തിയറി പറയുന്നത് അതിനെ റിക്കറന്റ് പ്രോസസ്സിംഗ് തിയറി എന്ന് പറയും. ബ്രെയിനിൽ നടക്കുന്ന ഇൻഫർമേഷൻ ഫീഡ്ബാക്ക് ലൂപ്സ്, നമ്മുടെ ന്യൂറൽ സർക്യൂട്ട്സിലുള്ള ലൂപ്പുകളായിട്ട് ഫീഡ്ബാക്ക് ലൂപ്സ് ഉണ്ടാകുന്നു. അതാണ് നമ്മുടെ ബോധം എന്നാണ്. മറ്റൊരു തിയറി ഡെൻഡ്രിറ്റിക് ഇന്റഗ്രേഷൻ തിയറി. ന്യൂറോൺസ്, നമ്മുടെ ബ്രെയിനിലുള്ള കോശങ്ങൾ, ഇൻഫർമേഷൻ കോശങ്ങൾ, അതിന് ന്യൂറോൺ എന്ന് പറയും. ആ ന്യൂറോണിൽ ഉൾക്കൊള്ളുന്ന ഇൻഫർമേഷനാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നു. 4ാമത്തെ ഒരു തിയറി, അത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയറിയാണ്. ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി എന്ന് പറയും. ഈ തിയറിയുടെ അടിസ്ഥാന അഫർമേഷൻ എന്ന് പറയുന്നത് ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അത് ഒരു ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള അവിഭാജ്യകമായിട്ടുള്ള ഘടകമാണ് ചില സിസ്റ്റങ്ങളുടെ. എവിടെ ഇൻഫർമേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു അവിടെ നമുക്ക് കോൺഷ്യസ്നെസ് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് IIT അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി പറയുന്നത്. ഈ തിയറികളെ ഏകീകരിക്കുക എന്നുള്ളത് ശ്രമം നടത്തുന്നത്. ഇത് ഏത് തിയറിയാണ് ശരിയാണ് തെറ്റാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയല്ല. ഇതിനെ
ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിനെ ഏകീകരിച്ചൊരു ഏകീകൃത ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്സിന് ഒരു ഉത്തരം കിട്ടും. ഒന്നുകിൽ ആ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനൊരു ശരിയായിട്ടുള്ള ഉത്തരം കൊണ്ടുവരണം. നമുക്കറിയാം, ഇന്ന് ഇതിൽ ശാസ്ത്രജ്ഞന്മാർ 2 തലത്തിലാണ് നിൽക്കുന്നത്. വലിയൊരു വിഭാഗം പറയുന്നത് ബ്രെയിനിന്റെ കോംപ്ലക്സിറ്റിയിൽ നിന്ന്, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളതും അല്ലെങ്കിൽ ആനിമൽ ബ്രെയിൻ എന്നുള്ളതും. ആ ബ്രെയിനിന്റെ സങ്കീർണമായിട്ടുള്ള പ്രോസസ്സിൽ നിന്ന്, കോംപ്ലക്സ് പ്രോസസ്സിൽ നിന്ന് ആണ് ബോധം എന്നുള്ള വസ്തുത, ഫിനോമിന എമർജ് ചെയ്യുന്നത്. പിന്നെ എമർജന്റ് ബിഹേവിയർ അല്ലെങ്കിൽ എമർജന്റിസം എന്നൊക്കെ പറയും. രണ്ടാമത്തെ ഒരു വിഭാഗം, കുറച്ചുകൂടെ ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗം പറയുന്നത് ബോധം അങ്ങനെ എമർജ് ചെയ്യുന്ന ഒരു കാര്യമല്ല, ബോധം അടിസ്ഥാനപരമായിട്ട് പ്രപഞ്ചത്തിന്റെ ഒരു വസ്തുതയാണ്. ഇതിൽ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന് പറയുന്നത് പാൻസൈക്കിസം എന്നുള്ളൊരു വ്യൂ ആണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പല ഫണ്ടമെന്റൽ ഫോഴ്സസ് പോലെ, ഗ്രാവിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തുടങ്ങിയ ഫോഴ്സുകൾ പോലെ വളരെ ഫണ്ടമെന്റലായിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ബോധം എന്ന് പറയുന്ന ഒരു വ്യൂ. അതല്ല, ബോധമണ്ഡലം മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്ന് പറയുന്ന കോസ്മോസൈക്കിസം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഐഡിയലിസം, ആശയവാദം എന്നൊക്കെ പറയുന്ന ഒരു വാദം. എന്നിരുന്നാലും നമുക്കിതുവരെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മെറ്റീരിയലിസം, മെറ്റീരിയലുകളാണ് ബോധത്തിന്റെ അടിസ്ഥാനമെന്നും, അതല്ല, ബോധമാണ് പ്രപഞ്ചത്തിന്റെ, മെറ്റീരിയലിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന വാദം. ഈ 2 വാദങ്ങളെയും ശരിവയ്ക്കണമെങ്കിൽ ഇത് ഒരു പ്രയാസമുണ്ട്. നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള മെത്തഡോളജിയിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആൻസർ കിട്ടില്ല. കാരണം എന്താണ് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ, മെത്തഡോളജിയിൽ നമുക്ക് അങ്ങനെ ഒരു അവസാന വാക്ക് ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല. ശാസ്ത്രം അന്വേഷിച്ച് തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതി ജ്ഞാനശാഖയാണ്. ഇതാണ് അവസാന വാക്ക് എന്ന ഒന്നിനെ കുറിച്ചും ശാസ്ത്രം അവകാശം ഉന്നയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രം വാസ്തവത്തിൽ ഒരു ഉത്തരം പറയാനും ശ്രമിക്കുന്നില്ല. ഈ ഒരു വാദത്തിൽ നിന്ന് മറുവാദം ഉന്നയിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിലും നമ്മൾ ശാസ്ത്രത്തിന്റെ ഒരു രീതിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ശാസ്ത്രം അവസാന വാക്ക് എഴുതി ശാസ്ത്രത്തിന്റെ അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു രീതി ഒരിടത്തുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ, പൂർണ്ണമല്ലെങ്കിലും ഒരു ഭാഗികമായിട്ടുള്ള ഒരു ശരിയിലേക്കെങ്കിലും എത്തണമെങ്കിൽ നമ്മൾ വേറൊരു മെത്തഡോളജി യൂസ് ചെയ്യണം. അത് ഫിലോസഫിയുടെ മെത്തഡോളജിയാണ്, തത്വചിന്ത. ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെസ്റ്റിംഗ് ആണ്, എക്സ്പെരിമെന്റേഷൻ, ഫാൾസിഫിക്കേഷൻ, ശരിയോ തെറ്റോ ആണോ എന്ന് ഉത്തരം കിട്ടാവുന്ന ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിനെ എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. തത്വചിന്തയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട 5 കമ്പോണൻസിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ്. ഒന്ന്, യുക്തിയായിരിക്കണം, ലോജിക്കലായിട്ട് നമ്മളൊരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യണം. 2, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലോജിക്കലായിരുന്നാൽ പോലും ചിലപ്പോൾ ഒരു ഭാഗത്തെ ലോജിക്ക് മറ്റൊരു ഭാഗത്തെ ലോജിക്കുമായിട്ട് കൺസിസ്റ്റന്റ് ആവില്ല, ഇന്റേണൽ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോകും. പാർഷ്യലായിട്ട് ലോജിക്കലായിട്ടിരിക്കും, പക്ഷെ പൂർണ്ണമാക്കുമ്പോൾ അതിൽ ഇന്റേണൽ കൺസിസ്റ്റൻസി ഇല്ലാതാകുന്നു. അപ്പോൾ ലോജിക്ക്, ഇന്റേണൽ കൺസിസ്റ്റൻസി. മൂന്നാമത്തത് എംപെറിക്കൽ ആഡിക്വസി അല്ലെങ്കിൽ സയന്റിഫിക് കൊഹിറൻസ് എന്ന് പറയും. ശാസ്ത്രീയമായിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള കാര്യങ്ങളെ, എംപെറിക്കലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ ഖണ്ഡിക്കുന്ന രീതിയിൽ, അതിനെ തള്ളിക്കളയുന്ന രീതിയിൽ ആർഗ്യുമെന്റ്സ് ഉന്നയിക്കരുത്. എംപെറിക്കൽ ആഡിക്വസി, സയന്റിഫിക് കോഹിറൻസ് എന്ന് പറയും. ലോജിക്ക്, ഇന്റേണൽ കൺസിസ്റ്റൻസി, സയന്റിഫിക് ആഡിക്വസി അല്ലെങ്കിൽ എംപെറിക്കൽ ആഡിക്വസി. ഇനി 4മത്തത് എക്സ്പ്ലനേറ്ററി പവർ എന്ന് പറയും, വിശദീകരണ ശക്തി. നമ്മൾ ഉന്നയിക്കുന്ന വാദം ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. എല്ലാ കാര്യങ്ങളെയും ചിലപ്പോൾ ഒരു ആർഗ്യുമെന്റിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആയിരിക്കും മുന്തിയ ആർഗ്യുമെന്റ്, നമുക്ക് സ്വീകരിക്കാവുന്ന ആർഗ്യുമെന്റ്. 5മത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി. നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ട്, നമ്മൾ ഏറ്റവും കുറച്ച അനുമാനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിനെ ഒക്കാംസ് റേസർ എന്നുള്ള ഒരു പദം കൊണ്ടും ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട
തത്വചിന്തയുടെ 5 ഘടകങ്ങൾ: റാഷണാലിറ്റി അല്ലെങ്കിൽ ലോജിക്ക്, ഇന്റേണൽ കൺസിസ്റ്റൻസി, ആന്തരികമായിട്ടുള്ള സ്ഥിരത, ശാസ്ത്രീയമായിട്ടുള്ള യോജിപ്പ്, എംപിറിക്കൽ ആഡിക്വസി, എക്സ്പ്ലനേറ്ററി പവർ, വിശദീകരണ ശക്തി, അവസാനമായിട്ട് സിംപ്ലിസിറ്റി, ലളിതമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുക. ഇങ്ങനെ ഒരു രീതിയിലൂടെ നമുക്ക് ബോധത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിന്റെ സൂചനയാണ് ഇന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള പുതിയ ഒരു വാദം, മെറ്റീരിയലിസ്റ്റിക്കുകളായിട്ടുള്ള വാദം. അതായത് ബോധം തന്നെ ഒരു മിഥ്യയാണ് എന്നുള്ളത്. ഇതിനെ എലിമിനേറ്റീവിസം എന്ന് പറയും. നമ്മുടെ ബോധത്തില് നമുക്ക് പല ഹലൂസിനേഷൻസും ഡെലൂഷൻസും ഉണ്ടാകുന്നുണ്ട്. മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് വലിയൊരു കായലുണ്ടെന്ന് നമുക്കൊരു ഡെലൂഷൻ ഉണ്ടാകുന്നു, മിറാഷ് ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഡെലൂഷൻസ് ഉള്ളതുപോലെ തന്നെ മറ്റൊരു ഡെലൂഷനാണ് നമുക്ക് ബോധമുണ്ട് എന്നുള്ള നമ്മുടെ തോന്നൽ. ചുവപ്പ് കാണുന്നതും പച്ച കാണുന്നതും സംഗീതം കേൾക്കുന്നതും എല്ലാം നമ്മുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. വാസ്തവത്തിൽ അതിൻ്റെ പിന്നിൽ ചില ന്യൂറോണൽ പ്രോസസ്സുകൾ, ചില ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകൾ മാത്രം നടക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഡെലൂഷനാണ് നമുക്ക് ബോധം ആയിട്ട് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഡാനിയൽ ഡന്നറ്റ് തുടങ്ങിയ ചില പ്രസിദ്ധമായിട്ടുള്ള ചിന്തകരാണ് ഈ വാദം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിലെ വലിയ ഒരു വീഴ്ച നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. അതൊരു ഇല്യൂഷൻ ആണെങ്കിലും ആ ഇല്യൂഷൻ അനുഭവിക്കുന്നത് ആരാണ്? നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഇല്യൂഷൻസ് ഇല്ല എന്നുള്ളതല്ല, അത് ഇല്യൂഷൻസ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ട്. ഇല്യൂഷനാണ് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബോധം തന്നെ, ആ ഒരു തിരിച്ചറിവ് തന്നെ, ഇല്യൂഷൻ ആണ് എന്നുള്ള തിരിച്ചറിവ് തന്നെ ഒരു ഇല്യൂഷൻ ആണെങ്കിൽ ആ ഒരു ഇല്യൂഷൻ ഉണ്ടാകുന്നത് ആർക്കാണ്? അത് ഇല്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ വലിയ കുരുക്കഴിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് എലിമിനേറ്റീവിസം അല്ലെങ്കിൽ ബോധം ഒരു ഇല്യൂഷനാണ് എന്ന് പറയുന്നതിൽ. നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലോജിക്കലായിട്ട് ഇന്റേണൽ കൺസിസ്റ്റൻസി ഉള്ള, സയന്റിഫിക് ആഡിക്വസി ഉള്ള, എക്സ്പ്ലനേറ്ററി പവറുള്ള, സിമ്പിൾ ആയിട്ടുള്ള മോഡൽസ് അവതരിപ്പിക്കേണ്ടി വരും. ഈ 5 കോൺഷ്യസ്നസ് മോഡൽസിൽ അതിലേതിനാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ ഏറ്റവും ഭംഗിയായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു ഏകീകൃത കോൺഷ്യസ്നസ് മോഡൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന വിഷയമാണ് ഇന്ന് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയാകുന്നത്. അതായത് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ അടിസ്ഥാനമുള്ളതാണോ, അതോ റിയാലിറ്റി എന്നുള്ളത് ഒരു ബോധ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിൽക്കുന്നത് എന്നുള്ള വസ്തുത. ഈ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പല ലോജിക്കൽ ഫാലസി അല്ലെങ്കിൽ യുക്തിസഹമായിട്ടുള്ള വീഴ്ചകൾ, യുക്തിപരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും വലിയ വീഴ്ചയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ബ്രെയിന് കോൺഷ്യസ് ആണെന്നും ആ ബ്രെയിന് നിർവീര്യമാകുമ്പോൾ, അത് മരിച്ച അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെ കോൺഷ്യസ്നസ് ഇല്ലാതാകുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട്, എന്നൊരു വീക്ഷണം വെച്ചുകൊണ്ട് ബ്രെയിനിന്റെ ഒരു ഉൽപ്പന്നമാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇത് അഫർമിങ് ദ കോൺസിക്വന്റ് എന്നുള്ള ഒരു ഫാലസിയാണ്. നമ്മൾ കാണുന്ന ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ വലിയൊരു വിശദീകരണത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ള ഒരു ഫാലസി. ഇത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ഫാലസിയുമാണ്. ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അനുമാനം തന്നെ നമ്മുടെ കൺക്ലൂഷനായിട്ട് മാറുക എന്നുള്ളത്. നമ്മൾ അനുമാനിക്കുകയാണ് ബ്രെയിനും കോൺഷ്യസ്നസ്സും വ്യത്യസ്തമാണ് എന്ന് അനുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ജീവിക്കുന്ന ബ്രെയിനിൽ കോൺഷ്യസ്നസ് ഉണ്ട്, മരിച്ച ബ്രെയിനിൽ കോൺഷ്യസ്നസ് ഇല്ല, അതുകൊണ്ട് ബ്രെയിനിന്റെ ഒരു ഉൽപ്പന്നമാണ് കോൺഷ്യസ്നസ് എന്ന് നമ്മളൊരു വാദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ അനുമാനിക്കുകയാണ് ബ്രെയിനിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണ് കോൺഷ്യസ്നസ് എന്നുള്ളത്. അങ്ങനെ ഒരു അനുമാനത്തിൽ നിന്ന് തുടങ്ങി അത് തന്നെ നിർണയമായിട്ട് അല്ലെങ്കിൽ കൺക്ലൂഷനായിട്ട് വരുമ്പോഴാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി അല്ലെങ്കിൽ അതൊരു സർക്കുലർ ആർഗ്യുമെന്റ് എന്നുള്ള സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യമായിട്ട് മാറുന്നത്. കോൺഷ്യസ്നസിന്റെ കാര്യത്തിൽ ഇത്തരം പല ഫാലസികളും നിലനിൽക്കുന്നുണ്ട്. അഫർമിങ് ദ കോൺസിക്വന്റ്, ബെഗിങ് ദ ക്വസ്റ്റ്യൻ, സർക്കുലർ ആർഗ്യുമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ അത് ശാസ്ത്ര ലോകത്ത് പോലും നിൽക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പ്രസിദ്ധീകരിക്കുന്ന പേപ്പേഴ്സിലും ഇത്തരം ഫാലസികൾ കടന്നുകൂടുന്നുണ്ട്. കാരണം ഫിലോസഫി പലപ്പോഴും അവഗണിച്ചുകൊണ്ടാണ് ശാസ്ത്ര പരീക്ഷണങ്ങൾ
നടത്താറുള്ളത്. ഫണ്ടമെന്റലായിട്ടുള്ള ബോധം പോലുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഫിലോസഫിയെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഫിലോസഫിക്കൽ ഫാലസികളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഒരു നിർണയത്തിലെത്തണമെങ്കിൽ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലും പുതിയ നിർണയത്തിലെത്തണമെങ്കിലും നമ്മൾ ഫാലസികളെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ, അതിനെ മാറ്റി നിർത്തണമെങ്കിൽ നമുക്ക് ഫിലോസഫിയെക്കുറിച്ച് കൂടുതൽ അവഗാഹം ഉണ്ടാകണം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാം.